പിറക്കുവാൻ ഉണ്ണി നീ വായു. ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ്, ജോബിന്റെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ജോബിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശത്രുക്കൾ ചോദിക്കുകയാണ്, ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ പകരുന്നില്ലേ? സത്യത്തിൽ ജോബിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നതെങ്കിലും നശിപ്പിക്കാൻ ചോദ്യം ഉന്നയിച്ച ശത്രുവിന്റെ വായിലൂടെ ദൈവം വെളിപാടയക്കുകയാണ്. ദൈവഭക്തി ഉണ്ടെങ്കിൽ അത് ബലം നൽകുക തന്നെ ചെയ്യും. ഉള്ളിൽ നിഷ്കളങ്കത ഉണ്ടെങ്കിൽ ഒടുവിൽ നീ ജയിക്കുക തന്നെ ചെയ്യും. ചിന്തിച്ചു നോക്ക്. ശത്രുക്കൾ ചോദിക്കുക, ചിന്തിച്ചു നോക്ക്. നീതിമാൻ എന്നെങ്കിലും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? നിഷ്കളങ്കൻ നാശം അടഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ശത്രുവാണ് ചോദിക്കുന്നെങ്കിലും ദൈവം ഉറപ്പിച്ചു പറയുക, ഇല്ല. നിന്റെ ഉള്ളിൽ നിഷ്കളങ്കത ഉണ്ടെങ്കിൽ നീ ജയിക്കും. ഇപ്പൊ നീ ഒരു ദിക്കുമുട്ടലാണ്. കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ല. സത്യത്തിനും നീതിക്കും വിലയില്ലാത്തതുപോലെ തോന്നുന്നു. എല്ലാം കുഴഞ്ഞു മറിയുന്നു. എല്ലാം കുഴഞ്ഞു മറിയട്ടെ. അല്പകാലത്തേക്ക് ഇങ്ങനെ സംഭവിച്ചേക്കാം. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം നൽകും. നിന്റെ ഉള്ളിലെ നിഷ്കളങ്കത ഒടുവിൽ നിന്നെ ജയിപ്പിക്കും. നിന്നെ വെട്ടിമാറ്റാൻ നിന്നവരുടെ കൺമുമ്പിൽ കർത്താവ് നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. ആമേൻ. ആമേൻ.